അവന്റെ മാതാപിതാക്കളോട് പിണങ്ങിയില്ല എങ്കില്, മാതാപിതാക്കളെ വെറുപ്പിച്ചില്ല എങ്കില്, മാതാപിതാക്കളെ പുറംകാലുകൊണ്ട് തട്ടിയില്ല എങ്കില് എല്ലാ ഇബാദത്തുകളും ഓക്കെയാണ്. എല്ലാ കാര്യങ്ങളിലും അവൻ മുൻപന്തിയിലാണ്. പരിശുദ്ധമായ ഖുർആൻ പാരായണത്തിന് അവന് സമയം കാണുന്നവനാണ്. പക്ഷേ മാതാവിന് അവനെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ, പിതാവിന് അവനെ ആദരിക്കുന്നില്ല എങ്കിൽ അവന്റെ മുഴുവൻ ആരാധനകളും അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് ലോകത്തിന്റെ തിരുദൂതരെ മുഹമ്മദുർ റസൂലുള്ളാഹ് തോഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ കേട്ടോ, നബി തങ്ങൾ തന്നെ പറയട്ടെ, മൻ ബർറ വാലിദൈഹി കുന്തു വലഹു വലിയം ഫിദ്ദുന്യാ. ഏതെങ്കിലും ഒരാൾ അവന്റെ മാതാപിതാക്കൾക്ക് ഒരാൾ ഗുണം ചെയ്യുകയാണെങ്കിൽ, ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ, കുന്തു ലഹു ഫിദ്ദുന്യാ കുന്തു ലഹു വലിയം ഫിദ്ദുന്യാ. അവന്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ ഏറ്റെടുക്കുമെന്ന് അല്ലാഹു തആല പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ദുന്യാവിൽ അവന് പിന്നെ പ്രയാസങ്ങൾ ഉണ്ടാവില്ല, ദുന്യാവിൽ അവന് അപകടങ്ങൾ വന്ന് ചേരൂല്ല, ദുന്യാവിൽ അവന് ഗതികേടുകൾ ഉണ്ടാവൂല. പോരാ ദുന്യാവിൽ നിന്ന് യാത്ര ചെയ്ത് അതേ ഖബറാകുന്ന മൂന്നാമത്തെ വീട്ടിലേക്ക് ചെന്നാൽ വഫിൽ ഖബരി മൂനിസാ, അവന് ഖബറിലും ഞാൻ സമാധാനം കൊടുക്കുന്നുണ്ട്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവന് പോരാ, വഫിൽ അശരി റഹീമാ. ദുന്യാവെന്ന് പറയുന്ന വീട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ഖബറിലേക്ക് ചെന്നാലോ, ആ ഖബറിൽ നിന്ന് പിന്നീട് മഹ്ശറയിലേക്ക് എത്തിയാലോ, ആ മഹ്ശറയിലേക്ക് എത്തുമ്പോ മാതാപിതാക്കളോട് സ്നേഹം പങ്കിട്ടവനാണോ, മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ മരിച്ചുപോയവനാണോ, വഫിൽ അശരി റഹീമാ, അവന് മഹ്ശറയിൽ ഞാൻ കാരുണ്യവാനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. ഇനിയോ മഹ്ശറയിൽ നിന്ന് ഇനിയും നിങ്ങൾ യാത്ര ചെയ്യണം സിറാത്ത് പാലത്തിലൂടെ. ആ സിറാത്ത് പാലത്തിലേക്ക് കാല് വഴുതി വീഴാതിരിക്കാൻ വഅല സിറാത്തി ദലീലാ, അവിടെയും ഞാൻ അവനക്ക് തെളിവായി നിലനിൽക്കുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്ന ഓഫർ. ഇനിയോ എന്റെ ചെറുപ്പക്കാരാ, ഈ സിറാത്ത് എന്ന് പറയുന്ന പാലം വിട്ടുകിടന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല എന്നേക്കുമായി സത്യവിശ്വാസികൾക്ക് തയ്യാറാക്കിയ സ്വർഗ്ഗത്തിൽ കടക്കുമ്പോ വഫിൽ ജന്നതി മുഹദ്ദിസൻ യുകല്ലിമുനി വ ഉകല്ലിമുഹു ബിലാ വാസിതാ. സ്വർഗത്തിലേക്ക് കടന്നാൽ ഞാനും അവനും പരസ്പരം സംസാരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോ വാസ്യതയുണ്ടാവൂല, മധ്യവർത്തിയുണ്ടാവൂല, നേരിട്ട് ഞാൻ അവനോട് സംസാരിക്കുമെന്ന് യജമാനനായ റബ്ബ് തആല പറഞ്ഞുവെന്ന് ലോകത്തിന്റെ തിരുദൂതരേ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ എന്റെ ചെറുപ്പക്കാരാ, ഓ എന്റെ രക്ഷിതാക്കളെ, പ്രായമെത്തിയ ഉപ്പാനെ വഴിവാക്കാൻ നമുക്ക് നിവൃത്തിയില്ല. വൃദ്ധസദനങ്ങൾ ഓരോ പഞ്ചായത്ത് തലങ്ങളിൽ വളർന്നു വന്നാലും നമ്മെ നാമാക്കി വളർത്തിയ നമ്മുടെ മാതാവിനെ വൃദ്ധസദനത്തിലേക്ക് വലിച്ചെറിയാൻ നമുക്ക് നിവൃത്തിയില്ല. ഉപ്പയെ അവിടെ കൊണ്ട് ചേർക്കാൻ നമുക്ക് നിവൃത്തിയില്ല. അവരുടെ കണ്ണീര് കുടിപ്പിക്കാതെ അവർക്ക് സമാധാനത്തോടുകൂടെയാണോ നീ ജീവിക്കുന്നതെങ്കിലോ നിനക്ക് ദുന്യാവ് സംശുദ്ധമാ, സമാധാനമാ, ഖബർ നിനക്ക് ഖൈറാ, മഹ്ശറ നിനക്ക് അനുഗ്രഹമാ. സ്വർഗത്തിലോട്ട് ചെന്നാലോ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് നേരിട്ട് വന്ന് സംസാരിക്കുമെന്ന് ലോകത്തിന്റെ തിരുദൂതർ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കളെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അവരുടെ അനുഗ്രഹം നൽകണേ അല്ലാഹ്.
മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തമില്ലാതെ ഞങ്ങളെ നീ ജീവിപ്പിക്കല്ലേ അല്ലാഹ്. മരിച്ചുപോയ മാതാവിനോട് വല്ല കടമയുമുണ്ടോ നിനക്ക്? മരിച്ചുപോയ ഉമ്മയോട് നിനക്ക് വല്ല ബാധ്യതയും ബാക്കി വെച്ചിട്ടുണ്ടോ? അവരെങ്ങാനും പിണക്കം നടിച്ച സമയത്താണോ മരിച്ചുപോയതെങ്കിൽ ആ മരിച്ചുപോയ മാതാപിതാക്കളെ പൊരുത്തം ഖബറിൽ വെച്ച് നിനക്ക് ലഭിക്കാൻ അള്ളാന്റെ ഹബീബ് ഒരു നിസ്കാരം പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രഭാഷണത്തിന്റെ അവസാന നേരത്തത് പറയാം. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മരിച്ച ഉപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം കിട്ടാൻ, ഖബറിലേക്ക് യാത്ര പോയ മാതാപിതാക്കളുടെ സ്നേഹം നമുക്ക് ലഭിക്കാൻ, അവരുടെ പിണക്കം മാറിക്കിട്ടാൻ ഒരു പ്രത്യേക 2 റക്അത്ത് നിസ്കാരമുണ്ട്. അത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു കൊടുക്കുന്നത് നോക്ക്. യാ മൂസ, ഓ എന്റെ മൂസ നബിയെ, വഖിർ വാലിദൈക, നിങ്ങളെ മാതാപിതാക്കളെ ബഹുമാനിച്ചോളണം, ആദരിച്ചോളണം. അവർക്ക് നിങ്ങൾ ബഹുമാനം കൈകൊണ്ടോളണം, ബഹുമാനത്തോടുകൂടെ പെരുമാറിക്കോളണം. കാരണം ഫഇന്ന മൻ വഖറ വാലിദൈഹി മദതു ഫീ ഉംരിഹി. ഓ മൂസാ നബിയെ, നിങ്ങളെ സമുദായത്തോട് നിങ്ങൾ പറയണോ, ഏതെങ്കിലും ഒരാൾ മാതാപിതാക്കളെ ബഹുമാനിച്ചിട്ടുണ്ടെങ്കിലോ മദതു ഫീ ഉംരിഹി, അവന്റെ ആയുസിനെ ഞാൻ നീട്ടിക്കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്ന ഓഫറാണ്. ആയിരാരോഗ്യത്തോടുകൂടെ ആഫിയത്തോടുകൂടെ ദീർഘകാലം ജീവിക്കണമെന്ന് നിങ്ങളും ഞാനും ആഗ്രഹിക്കുന്നുവോ? എന്നാ മാതാപിതാക്കളെ നിങ്ങളെ ബഹുമാനിക്കണോ എന്ന് മഹാനായ കലീമുല്ലാഹി മൂസ. ആരെങ്കിലും മാതാപിതാക്കളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ മദതു ഫീ ഉംരിഹി, അവന് ആയുസ് നമ്മളെ നീട്ടിക്കൊടുക്കുന്നുണ്ട്. പോരാ വവഹബതു ലഹു വലദൻ യുവഖിറുഹു, മാതാവിനെയും പിതാവിനെയും ബഹുമാനിച്ചവനെ ബഹുമാനിക്കാനുള്ള മക്കളെ നമ്മളുടെ വകയായി കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല. എന്നാ നേരെ തിരിച്ച് അല്ലാഹുവിന്റെ ഹബീബ്, അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ല പറയുള്ളൂ, ഓ മൂസാ നബിയേ, ഇനി ആരെങ്കിലും ഒരാളെ മാതാപിതാക്കളോട് സമ്പത്തിന്റെ വിഷയത്തിലോ സൗന്ദര്യത്തിന്റെ വിഷയത്തിലോ മറ്റേതെങ്കിലും ചെറിയ കാരണത്തിന്റെ പേരിലോ പിണങ്ങി നിൽക്കുന്നവരാണെങ്കിൽ ഖസറതു ഫീ ഉംരിഹി, അവരെ ആയുസിനെ ഞാൻ വെട്ടിച്ചുരുക്കുന്നതാ. വവഹബതു ലഹു വലദൻ യഉഖുഹു, അവന്റെ മാതാവിനോടും പിതാവിനോടും ചെയ്തതുപോലെ, അവരെ അവഹേളിച്ചതുപോലെ, അവരോട് പിണങ്ങി നടന്നതുപോലെ ഇവനോട് പിണങ്ങാനുള്ള ഒരു മകനെ നമ്മൾ കൊടുക്കുമെന്ന് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ല പറയുന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അറിയാതെ വല്ലതും ഞങ്ങളെ മാതാവിനോടോ പിതാവിനോടോ പെരുമാറിയിട്ടുണ്ടെങ്കിൽ സാധുക്കളായ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. മരിച്ചുപോയി ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. സൂറത്തുൽ ലുഖ്മാനിന്റെ 14-15 ആയത്തുകളിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്ക്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വവസൈനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കളെ ബഹുമാനിക്കാൻ നമ്മളെ മനുഷ്യരോട് കൽപ്പിച്ചിട്ടുണ്ട്. ഹമലതുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിനിൻ
ഓരോ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട അവന്റെ ഉമ്മ അവനെ ഗർഭത്തിലായി ചുമന്നുകൊണ്ടിരുന്നത്. وفصاله عامين أن اشكر لي ولوالديك إلي المصير. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അനിഷ്കുറുലി, എനിക്ക് നിങ്ങളെ നന്ദി ചെയ്തോളണോ, എനിക്ക് നിങ്ങളെ വഴിപ്പെട്ടോളണോ, എന്നെ നിങ്ങൾ അനുസരിച്ചോളണോ. എന്നെ മാത്രമല്ല വലിവാലിദൈക, മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിച്ചോളണോ, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തിക്കോളണോ. എന്താ അതിന്റെ കാരണമെന്നറിയണോ? ഇലയ്യൽ മസീർ, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ അടുക്കലേക്ക് വരേണ്ടവരാണ് നിങ്ങളോ. നാളെ മഹ്ശറയിൽ വന്നാ നിങ്ങളെ ഞാൻ പിടിക്കുക തന്നെ ചെയ്യോ. എന്നെ മാത്രം ആരാധിച്ചത് കൊണ്ടായില്ല, ഹബീബിനെ മാത്രം ബഹുമാനിച്ചത് കൊണ്ടായില്ല. നിന്റെ ആരാധനകളാവണമെങ്കിലോ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമാവണമെങ്കിലോ മാതാവിനെ ബഹുമാനിച്ചേ മതിയാവോ, പിതാവിനെ ബഹുമാനിച്ചേ മതിയാകോ. എന്നിട്ടോ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാ, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ لا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون. നിന്റെ മാതാപിതാക്കളെ എനിക്ക് വേണ്ടി എന്നോട് ശിർക്ക് വെക്കാൻ നിന്നോട് കൽപ്പിക്കുകയാണെങ്കിൽ, നിസ്കരിക്കണ്ട എന്ന് നിന്റെ മാതാപിതാക്കൾ നിന്നോട് പറയുകയാണെങ്കിൽ, ദീനിന് പ്രവർത്തിക്കണ്ട എന്ന് നിന്റെ മാതാപിതാക്കൾ പറയുകയാണെങ്കിൽ, നല്ല കാര്യത്തിന് അവർ ഇടങ്കോലായി നിൽക്കുകയാണെങ്കിൽ, ഫലാ തുതിഉഹുമാ, ആ വിഷയത്തിൽ നീ അവരെ പിന്തുടരേണ്ടതില്ല, വഴിപ്പെടേണ്ടതില്ല. അവർ ദീനിന്റെ മറുപക്ഷത്താണ്. നീ മുസ്ലിമാ, നിന്റെ മാതാവ് അമുസ്ലിമായിട്ടുണ്ടെന്ന് വെക്കുക, നിന്റെ പിതാവ് ഇസ്ലാമിൽ നിന്ന് രാജിയായിട്ടുണ്ടെന്ന് സങ്കല്പിക്കുക. എന്നാൽ അവരാ പറയുന്ന മതത്തിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല, അവര് പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. നീ ഒരു സുന്നി പ്രവർത്തകനാണ്, പക്ഷേ നിന്റെ ഉമ്മ പറഞ്ഞു, നിന്റെ ഉപ്പ പറഞ്ഞു, മോനെ നീ സുന്നിയാവണ്ട, നീ പുത്തൻ വാദത്തിലേക്ക് പോര്, ഞങ്ങളൊരു പുതിയ ആശയത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ, ഫലാ തുതിഉഹുമാ, അവരാ പറഞ്ഞ ആശയത്തിനോട് നിങ്ങൾ വഴിപ്പെടേണ്ടതില്ല. പക്ഷേ അവർ മറ്റൊരു മതത്തിലായതിന്റെ പേരിലോ നിങ്ങൾ അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കല്ലോ. വസ്വാഹിബുഹുമാ മഅറൂഫാ വസ്വാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫാ, ദുനിയാവിൽ നിങ്ങൾ അവരോട് നല്ല നിലയിൽ പെരുമാറുക തന്നെ വേണോ. ഇസ്ലാമിൽ നിന്ന് രാജിയായവനാ നിന്റെ പിതാവ്, നിന്റെ മാതാവ് ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് സങ്കല്പിച്ചാലോ ദുനിയാവിൽ നിങ്ങൾ അവരോട് പിണങ്ങണ്ട കേട്ടോ. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂന, നിങ്ങൾ ദുനിയാവിൽ പ്രവർത്തിച്ച മുഴുവൻ കാര്യങ്ങളും നിങ്ങളെ ഞാൻ ഉണർത്തുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. وإن جاهداك على أن تشرك به ما ليس لك به علم എന്ന് തുടങ്ങുന്ന സൂറത്ത് ലുഖ്മാനിന്റെ 15-ാമത്തെ ആയത്തിനെ വിശദീകരിക്കുമ്പോ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തഫ്സീർ ഇബ്നു കസീറിൽ പറയുന്നുണ്ട് ഒരു വിഷയം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയല്ലേ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു,
ഉൻസിലത് ഫിയ ആദിഹില്ലായ വഇൻ ജാഹദാക അലാ അല്ലാ തുശ്രിക ബി എന്ന് തുടങ്ങുന്ന ആയത്ത് എനിക്ക് വേണ്ടി അല്ലാഹ് ഇറക്കിയതാണ്. എന്റെ കാര്യത്തിലാണ് ആ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുന്നത്. കാരണം ഞാൻ നബിതങ്ങളെ കണ്ടു, റസൂലുള്ളാഹിയെ വിശ്വസിച്ചു, ഹബീബിനെ പിന്തുടർന്നു, പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിനെ ഞാൻ അംഗീകരിച്ചപ്പോ എന്റെ ഉമ്മാക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എന്റെ ഉമ്മ സഅദ് ഇബ്നു മാലിക് തങ്ങൾ പറയുകയാ, എന്റെ ഉമ്മ എന്നോട് വന്നുകൊണ്ട് പറഞ്ഞു, യാ സഅദോ മാ ഹാദല്ലദീ അറാക ഖദ് അഹദസ്താ. ഓ എന്റെ സഅദേ, നീ എന്തായി ചെയ്യുന്നത്? നമ്മുടെ മുൻഗാമികളെ കാണിച്ചു തന്ന പഴയ മതത്തെ പിന്തള്ളിയിട്ട് നീ മുഹമ്മദിന്റെ പിന്നാലെ പോയോ? നീ മുഹമ്മദിനെ അംഗീകരിച്ചോ? നീ ഇസ്ലാം മതത്തിലേക്ക് കടന്നു ചെന്നോ? അതുകൊണ്ട് അത് ശരിയല്ല, നീ ആ മതം ഒഴിവാക്കിക്കോളണോ. നിങ്ങളെങ്ങാനും നീ എങ്ങാനും മുഹമ്മദിനെ പിന്തുടർന്ന് ജീവിക്കുകയാണെങ്കിൽ ലതദഅന്ന ദീനക ഹാദാ ഔലാ ആകിലു വലാ അശ്റബു ഹത്താ അമൂത്. നീ ഇസ്ലാമിനെ തള്ളിക്കളഞ്ഞില്ല എങ്കിൽ, മുഹമ്മദാകുന്ന പ്രവാചകരെ ഒഴിവാക്കിയില്ല എങ്കിൽ, മരണം വരെ നിന്റെ ഉമ്മ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ മരിക്കുന്നതാ മോനെ എന്ന് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് സ്നേഹനദിയായ ഉമ്മയുടെ നാവിലൂടെ ഇങ്ങനത്തെ ഒരു പദം പറഞ്ഞപ്പോ സഅദ് തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങളെല്ലാം എന്റെ ഉമ്മയെങ്ങാനും പട്ടിണി കിടന്ന് മരിച്ചു പോയാൽ ഉമ്മാനെ കൊന്നവനെ എന്ന് ജനങ്ങളെ വിളിക്കുമല്ലോ. ആ സങ്കടം എനിക്ക് പിന്നീട് സഹിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യണം? മുഹമ്മദ് നബി അംഗീകരിക്കണോ അതോ എന്റെ ഉമ്മ പറഞ്ഞത് അനുസരിക്കണോ? ഉമ്മാനെ വഴിപ്പെട്ടാൽ ഹബീബിനെ ഒഴിവാക്കേണ്ടി വരോ? ഹബീബിനെയാണോ ഞാൻ സ്വീകരിക്കുന്നതെങ്കിൽ എന്റെ ഉമ്മ പട്ടിണിയോടുകൂടെ മരിച്ചു പോകോ? ഞാൻ എന്ത് ചെയ്യണമെന്ന് വളരെ വളരെ സങ്കടത്തോടുകൂടെ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആലോചിക്കുമ്പോ ഒന്നാമത്തെ ദിവസം ബഹുമാനപ്പെട്ട സഅദിന്റെ ഉമ്മ ഭക്ഷണം കഴിച്ചില്ല. രണ്ടാമത്തെ ദിവസവും ഭക്ഷണം കഴിച്ചില്ല. മൂന്നാമത്തെ ദിവസവും ഭക്ഷണം കഴിക്കുന്നത് കാണുന്നില്ല. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു പെറ്റുമ്മയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാ, യാ ഉമ്മാ തഅലമീന, ഉമ്മ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ? വല്ലാഹി ലൗ കാനത് ലക മിഅതു നഫ്സിൻ വഖറജത് നഫ്സൻ നഫ്സാ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ശരീരമാണ്, നിങ്ങൾക്ക് ആ സ്ഥാനത്ത് 100 ശരീരങ്ങളുണ്ട്. പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിനെ ഞാൻ വിശ്വസിച്ചതിന്റെ പേരില് ഓരോ ശരീരങ്ങൾ ഓരോ ദിവസം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ തന്നെ മാ തറക്തു ദീനീ ഹാദാ ലിശൈഇൻ, എന്തു വന്നാലും ഞാൻ എന്റെ മതത്തെ ഒഴിവാക്കാൻ തയ്യാറല്ല. നിങ്ങൾ 100 പ്രാവശ്യം മരിച്ചു പോയാലോ 1000 പ്രാവശ്യം നിങ്ങൾ മരിച്ചാലോ ലോകത്ത് എന്ത് തന്നെ സംഭവിച്ചാലോ ഹബീബായ നബി തങ്ങളുടെ മതത്തിനെ ഒഴിവാക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വെള്ളം കുടിച്ചോ. എനിക്ക് വേണ്ടി എന്റെ മതത്തിന് വേണ്ടി നിങ്ങൾ വെള്ളം ഒഴിവാക്കിയത് കൊണ്ടായില്ല. ഞാനൊരു കാലത്തും ഈ മതത്തെ ഒഴിവാക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇതങ്ങ് വളരെ കാർക്കശത്തോടുകൂടെ മഹാനായ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഉമ്മയോട് പറയുമ്പോ ഉമ്മാക്ക് മനസ്സിലായി എന്റെ മോനെ തോൽപ്പിക്കാൻ കഴിയാത്ത ഈമാനിന്റെ അവകാശിയാണ്. ഉടനെ തന്നെ ഫഅകലത്ത്, ആ ഉമ്മ ഭക്ഷണം കഴിക്കാൻ തയ്യാറാവുകയാ. ഓ എന്റെ സഹോദരാ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യം നിന്റെ ഉമ്മ
മറ്റൊരു മതക്കാരിയാണെങ്കിലോ നിന്റെ ഉപ്പ മറ്റൊരു മതക്കാരനാണെങ്കിലോ വസാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫാ, ദുനിയാവിൽ നീ അവരോട് നല്ല നിലയിൽ ഇടപെടണമെന്ന്. അറിയോ മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹാ ഹബീബിന്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, എന്റെ അടുക്കൽ ഒരു ഉമ്മ വന്നിട്ടുണ്ട്. ആ ഉമ്മ എന്റെ പോറ്റുമ്മയാണ്. പക്ഷേ ആ ഉമ്മ മറ്റ മതക്കാരിയാ. എന്താണ് നബിയെ ഞാൻ ചെയ്യേണ്ടത്? എന്റെ ഉമ്മാക്ക് ഞാൻ സഹായം കൊടുക്കണോ? എന്റെ ആ ഉമ്മയോട് ഞാൻ പുഞ്ചിരിക്കണോ? ആ ഉമ്മാക്ക് ഞാൻ ഭക്ഷണം കൊടുക്കണോ എന്ന് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ, ഓ അസ്മാഏ, നിങ്ങൾ നിങ്ങളെ ഉമ്മാനെ ഒഴിവാക്കല്ല. നിങ്ങളെ ഉമ്മ മറ്റൊരു മതക്കാരിയാണെങ്കിലോ ആ ഉമ്മയെ നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ തിരുദൂതരേ മുഹമ്മദുർ റസൂലുള്ളാഹ്. തോഹ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി. മറ്റു മതക്കാരായാലും ബഹുമാനിക്കണമെന്ന് പറഞ്ഞൊരു വിഭാഗമാണ് നമ്മുടെ മാതാപിതാക്കൾ. നമ്മുടെ അഅ്മാലുകൾ ഈ ലോകം നിറയെ ജീവിതം മുഴുക്കനും ആരാധന നിർവഹിച്ചവനാണെങ്കിലും മാതാവിന്റെയോ പിതാവിന്റെയോ പൊരുത്തമില്ല എങ്കിൽ, പ്രത്യേകിച്ച് ഉമ്മയുടെ പൊരുത്തമില്ല എങ്കിൽ നമ്മുടെ അഅ്മാലുകളെ കൊണ്ടൊന്നും ഒരു ഫലമില്ല. എന്റെ ഉമ്മാനെ വെറുപ്പിച്ചിട്ടാ ഞാൻ ഈ വയല് പറയുന്നതെങ്കിൽ ഈ വയലിന്റെ കൂലി എനിക്ക് കിട്ടില്ല. ഉമ്മാനെ വെറുപ്പിച്ചിട്ടാ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്, നമ്മുടെ ഇരുത്തത്തിന് ഒരു ഫലവും ഇല്ല. അല്ലാഹുവേ, ഞങ്ങൾ ആരാധനകളൊക്കെ സ്വീകരിക്കണേ റഹ്മാനെ. അറിയാതെ വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്യണേ റഹ്മാനെ. ഓ എന്റെ ചെറുപ്പക്കാരാ, നിങ്ങൾ ഇട്ട വിഷയം ആത്മാർത്ഥതയോടുകൂടെയാണെങ്കിൽ ഇന്നത്തെ വയലോടുകൂടെ ഇന്നു മുതൽ നമ്മൾ മാറണം. ഉമ്മയോടുള്ള പെരുമാറ്റത്തിൽ, ഉപ്പയോടുള്ള പെരുമാറ്റത്തിൽ, അവരോട് കർക്കശമായിട്ടുള്ള പെരുമാറ്റം, അവരോട് ദേഷ്യം പിടിച്ചിട്ടുള്ള വർത്തമാനം നമ്മുടെ നാവ് കൊണ്ട് ഇനി പറയാൻ പാടില്ല. അല്ലാഹു നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ 15 വയസ്സിന് ശേഷം പൂർണ്ണമായി എനിക്ക് പറയാൻ പറ്റുന്ന ഒരു അഅ്മാൽ ഉണ്ടെങ്കിൽ എന്റെ ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ ഇന്നേ വരെ ചെയ്യൂല എന്ന് തീരുമാനിച്ചു. ഉമ്മ എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിച്ചോളാം. ഉമ്മാക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യൂല എന്ന് നമ്മൾ ഉറപ്പിച്ച് സാധുവായി എന്റെ കാര്യം ഞാൻ പറഞ്ഞത്. എന്റെ ജീവിതത്തിൽ ഓർമ്മയോടുകൂടെ ഉമ്മാക്ക് എതിരായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. നിങ്ങളുടെ ഏത് സംഘടന പ്രവർത്തകരായാലും, നിങ്ങൾ സാമൂഹ്യ പ്രവർത്തകരായാലും, മാതാവിന്റെ കണ്ണീര് കുടിപ്പിച്ചിട്ടുള്ള നിന്റെ സാമൂഹ്യ പ്രവർത്തനം അല്ലാഹു തആല വലിച്ചെറിയുക തന്നെ ചെയ്യും. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ചില ആളുകള് നാട്ടുകാരോടൊക്കെ നല്ല പെരുമാറ്റം, എല്ലാരോടും സന്തോഷത്തോടുകൂടെ പെരുമാറും, എല്ലാരോടും നീറ്റായ പെരുമാറ്റം. പക്ഷെ വീട്ടിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഓന് ഒരു സ്വഭാവ ദോഷം. പേർക്കാരോട് ചോദിച്ചാൽ ഒരു നല്ല അഭിപ്രായം ബാപ്പിയും പറയില്ല, അമ്മയും പറയില്ല, കുടുംബവും പറയില്ല. പിന്നെ എന്താ നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യൂസീകും ബി ഉമ്മഹാതികും. അല്ലാഹു തആല ഉമ്മമാരോട് നല്ല നിലയിൽ പെരുമാറണമെന്ന് നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നുണ്ട്. ഇന്നല്ലാഹ യൂസീകും ബി ഉമ്മഹാതികും. രണ്ടാമതും നബി തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു, ഉമ്മയോട് നല്ല നിലയിൽ പെരുമാറണമെന്ന്. അത് കഴിഞ്ഞിട്ട് ഇന്നല്ലാഹ യൂസീകും ബിൽ അഖറബി ഫൽ അഖറബി.
നിന്റെ മറ്റു കുടുംബത്തോട് നീ പെരുമാറേണ്ടതുള്ളൂ. ആദ്യമായി അള്ളാഹുവിന് ശേഷോ, ആദ്യമായി ഹബീബിന് ശേഷോ റസൂലുള്ളയും അള്ളാഹും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മുടെ മാതാവിനെ തന്നെ. ആ ഉമ്മയുടെ കണ്ണീര് കുടിപ്പിച്ചാൽ, ആ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചാൽ ദുന്യാവില്ല ആഖിറവുമില്ല, വിജയങ്ങൾ എവിടെയും കാണാൻ കഴിയൂല. ഓ എന്റെ സഹോദരാ, ജനങ്ങളോടെങ്ങനെ പെരുമാറണമെന്ന് വിദ്യയില്ലാത്തൊരു കാലമാ. റസൂലുള്ളാഹി തങ്ങളെ സമുദായത്തില് ഹബീബായ നബി തങ്ങൾ മക്കയിൽ വന്നതിന് ശേഷം കാട്ടറബികളായ പല ആളുകളെ മുമ്പിലോ ജനങ്ങളോടെങ്ങനെ പെരുമാറണോ, മനുഷ്യത്വം എന്താണെന്നറിയാത്തൊരു സമുദായത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുകൊണ്ട് പ്രബോധനം നടത്തിയപ്പോ ഹബീബിനെ അംഗീകരിക്കുന്ന സ്വഹാബികള് അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നൊരു ചെറുപ്പക്കാരൻ ചോദിക്കുകയാ, അയ്യുന്നാസി അഹഖു മിന്നീ ബിഹുസ്നി സുഹബാ. നബിയേ, ഞാൻ ഏറ്റവും ഇടപഴകേണ്ടത് ആരോടാ? ഏറ്റവും കൂടുതൽ കൂട്ടുകൂടേണ്ടത് ആരോടാ? ഏറ്റവും കൂടുതൽ സഹവസിക്കേണ്ടത് ആരോടാ? എന്റെ കൂട്ടുകാരോടാണോ? ഉസ്താദുമാരോടാണോ? എന്റെ സഹോദരന്മാരോടാണോ? എന്റെ കൂട്ടുകുടുംബിനികളോടാണോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ സ്വഹാബി വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അയ്യന്നാസി അഹഖു മിന്നീ ബിഹുസ്നി സുഹബാ, ഞാൻ ഏറ്റവും ഇടപഴകേണ്ടത് ആരോടാണ് എന്ന് നബി തങ്ങളോട് ചോദിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു, ഉമ്മുഖാനിന്റെ ഉമ്മയോടാണ്. അത് കഴിഞ്ഞാലോ ഉമ്മുഖാനിന്റെ ഉമ്മയോടാണ്. അത് കഴിഞ്ഞാലോ ഉമ്മുഖാനിന്റെ ഉമ്മയോടാണ്. ആദ്യമായി ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഉമ്മയോട്. നാലാമതാ നബി തങ്ങൾ പറഞ്ഞത് അബൂഖാനിന്റെ പിതാവിനോടാ എന്ന് മഹാനായ അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തുകൊണ്ട് ഉമ്മാനെ അത്രയും കൂടുതൽ സ്നേഹിക്കണമെന്ന് പറഞ്ഞു? ഓ എന്റെ രക്ഷിതാക്കളെ, ഇതിന്റെ വിഷയത്തിൽ നമുക്ക് വൈരാഗ്യം വേണ്ട. എന്റെ മോനെ ഞാനല്ലേ മോനാക്കിയത്, ഞാനല്ലേ അവന്റെ ഉപ്പ, ഞാനല്ലേ അവനെ പഠിപ്പിച്ചത്, ഞാനല്ലേ അവനെ നന്നാക്കിയെടുത്തത്. എന്നിട്ട് എനിക്കല്ലേ ബഹുമാനം തരേണ്ടത്? അതിന് പകരം മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങള് ഉമ്മാക്കാണല്ലോ കൊടുത്തത് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണ്ട. നമുക്ക് എത്ര സങ്കടങ്ങൾ വന്നാലും പിടിച്ചു നിൽക്കാൻ മനക്കരുത്തുണ്ട്. പക്ഷേ നമ്മുടെ ഉമ്മ എങ്ങനെയല്ലോ, സങ്കടം വന്നാ പിടിച്ചു നിർത്താൻ അവരെ കൊണ്ട് കഴിയൂല. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മമാര് ഹയാത്തുള്ളവരാണെങ്കിൽ ആയുസ് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണം അല്ലാ, ആയുരാരോഗ്യം കൊടുക്കണേ അല്ലാ. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ഇന്ന് രാവിലെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഉമ്മയെ ധിക്കരിച്ചുകൊണ്ട് പുച്ഛത്തോടുകൂടെ ഇറങ്ങിയവനാണെങ്കിലോ ഉച്ചയോടുകൂടെ നിനക്ക് അപകടം പറ്റിയാൽ ഏറ്റവും കൂടുതൽ കണ്ണീരൊഴുക്കുന്നത് നിന്റെ ഉമ്മയാ. നിന്റെ ഭാര്യ നിന്നെ ഒഴിവാക്കിയാലോ, നിന്റെ മക്കളെ നിന്നെ ഒഴിവാക്കിയാലോ, ആര് തന്നെ നിന്നോട് തെറ്റിപ്പിരിഞ്ഞാലോ നിന്റെ ഉമ്മാക്ക് നിന്നെ കഴിയൂല. രാത്രിയിൽ കയറി വരുന്ന 12 മണിക്ക് ശേഷം വീട്ടിലേക്ക് കടന്നു വരുമ്പോ വാതിൽ തുറന്നു കൊടുക്കലടി എന്ന് പറഞ്ഞ ഉമ്മയോട് ഉപ്പ വന്ന് കാർക്കശത്തോടുകൂടെ പറഞ്ഞാലോ, നിങ്ങൾ വന്ന് വാതിൽ മുട്ടുമ്പോ ആ ഉമ്മയുടെ മനസ്സ് പിടക്കുകയാണ്. എന്റെ മോൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, എന്റെ മോൻ വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്ന് വളരെ ചിന്തയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു മാതാവ്. മറക്കല്ലേ മക്കളെ ഉമ്മയെ, വെറുക്കല്ലേ മക്കളെ ഉമ്മയെ. മഹാനായ അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നോക്ക, ലിൽവാലിദതി സുദതാനി മിനൽ ബിർരി വലിൽവാലിദി അസ്സുലുസു.
ഗുണത്തെ നീ മൂന്നായി ഭാഗിക്കുകയാണെങ്കിൽ 2 ഭാഗവും നിന്റെ ഉമ്മാക്കുള്ളതാണ്, 1 ഭാഗമേ നിന്റെ പിതാവിനുള്ളൂ. ലോകത്തിന്റെ തിരുദൂതർ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മാക്ക്, മഹാനായ ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മാക്ക് ഗുണത്തിന്റെ 2 ഭാഗമുണ്ട്, നിന്റെ ഉപ്പാക്കോ 1 ഭാഗമേ ഉള്ളൂ. ഇനിയോ നിർത്തുന്നില്ല. ബഹുമാനപ്പെട്ട ഔസായി തങ്ങള് മഖ്ഹൂൽ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. മഹാനായ നബി തങ്ങൾ തന്നെ പറയട്ടെ, നീ സുന്നത്ത് നിസ്കരിക്കുമ്പോ ഫർളായ നിസ്കാരത്തിൽ അല്ലാഹ് വിളിച്ചാൽ വിളി കേൾക്കാവുന്നതാ, ഹബീബ് വിളിച്ചാൽ ഫർള് നിസ്കാരത്തെ ഒഴിവാക്കാവുന്നതാ. പക്ഷേ സുന്നത്ത് നിസ്കാരത്തിൽ കടന്നാൽ 3ാമത് ഒരാൾ വിളിച്ചാലും നീ വിളി കേൾക്കണമെന്ന് പഠിപ്പിച്ചത് നമ്മുടെ മാതാവിന് മാത്രമാ. മഹാനായ നബി തങ്ങൾ പറയുന്നു, ഇദാ ദഅതുക വാലിദതുക, നിന്റെ മാതാവ് നിസ്കരിക്കുന്ന ഇടയിൽ നിന്നെ വിളിക്കുകയാണെങ്കിൽ ഫഅജിബ്ഹാ, ഉമ്മാക്ക് നീ വിളിയാളത്തിന് മറുപടി കൊടുക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നേരെ മറിച്ച് ആ സ്ഥാനത്ത് നിന്റെ ഉപ്പയാണോ വിളിക്കുന്നത്, ഉപ്പ വിളിച്ചാ വിളിക്ക് നീ ഉത്തരം കൊടുക്കാൻ പാടില്ല. വഇൻ ദഅക അബൂക ഫലാ തുജിബുഹു, സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഉപ്പ വിളിക്കുകയാ, അത് തറാവീഹിന്റെ നിസ്കാരമായാലും വിത്ർ നിസ്കാരമായാലും ഫർളല്ലാത്ത ഏത് നിസ്കാരമായാലോ, മാതാപിതാക്കളിൽ നിന്ന് മാതാവ് വിളിച്ചാൽ ഫഅജിബ്ഹാ, ഉമ്മാക്ക് നീ മറുപടി കൊടുക്കണേ. വഇൻ ദഅക അബൂക ഫലാ തുജിബുഹു, ഉപ്പ വിളിച്ചാ വിളി കേൾക്കേണ്ടതില്ലോ എന്ന് പരിശുദ്ധമായ ദീനിൽ ഇസ്ലാം പഠിപ്പിച്ചതാണ്. ഓ എന്റെ സഹോദരന്മാരെ, മാതാവെന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ നിറകുടമാ. മാതാവെന്ന് പറഞ്ഞാൽ ഒരു കാലത്തും നമ്മളെ വെറുക്കാത്തവരാ. മാതാവിനെ നമ്മളെ കവിൾ തടത്ത് അടിച്ചാലോ, അടിച്ച് തിരിച്ചു പോകുമ്പോ എന്റെ മോനെങ്ങാനും കാല് തെന്നി വീഴുമോ എന്ന പേടിയുള്ളവരാ. ഇത്രയും സ്നേഹമുള്ള ഒരു വർഗമുണ്ടെങ്കിലോ മാതാക്കളല്ലാതെ വേറെ ഒരു ആളുകളെയും കാണാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അവരെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. മാതാവിന്റെ പൊരുത്തോ, മാതാവിന്റെ ദുആ ദോഷം പൊറുപ്പിക്കുമെന്ന് പരിശുദ്ധ ദീനിൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാതാവിനെ സ്നേഹിച്ച് സേവിക്കുകയാണെങ്കിൽ ദോഷങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരുന്നുണ്ട്. വെറുതെ പറഞ്ഞതല്ല. എത്ര വലിയ തെറ്റ് ചെയ്തവനായാലും മാതാവിനെയാണോ നീ സേവിക്കുന്നത്, മാതാവിനെയാണോ നീ ആദരിക്കുന്നത്, മാതാവിനെയാണോ നീ സ്നേഹിക്കുന്നത്, എന്നാ നിന്റെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുന്നു കേട്ടോ. മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് തങ്ങളുടെ അടുക്കൽ വന്ന ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുകയാ, ഓ ഇബ്നു അബ്ബാസ് തങ്ങളെ, ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരു പെണ്ണിനെ വിവാഹാലോചന നടത്തി. അവളെ കല്യാണം കഴിക്കാൻ എനിക്ക് വല്ലാത്ത അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ പെണ്ണിന് എന്നെ ഇഷ്ടമില്ല. ആ പെണ്ണ് എന്നെ തൃപ്തിപ്പെടാതെ വേറെ ഒരാളെ കല്യാണാലോചന നടത്തിയപ്പോ അയാൾക്ക് വിവാഹത്തിന് സമ്മതം കൊടുത്തു. ഇബ്നു അബ്ബാസ് തങ്ങളോടുള്ള സങ്കടമാണ്. ഞാനല്ലാത്ത ഒരാൾ ആ പെണ്ണിനെ വിവാഹാലോചന നടത്തിയപ്പോ എന്റെ ഭാര്യയാവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞവണ്ണോ മറ്റൊരു പുരുഷന്റെ പിന്നാലെ പോവാൻ മടി കാണിച്ചില്ലോ. അതുകൊണ്ട് തന്നെ അവളോട് എനിക്ക് വല്ലാതെ ദേഷ്യം വന്നുപോയി, അതിയായ വെറുപ്പ് വന്നുപോയി. അതുകൊണ്ട് തന്നെ ഫഖതൽതുഹാ, സാഹചര്യം കിട്ടിയപ്പോ ഞാൻ ആ പെണ്ണിനെ കൊല ചെയ്യുകയും ചെയ്തു.
അതുകൊണ്ട് ഫഹല്ലി മിൻ തൗബ, എനിക്ക് തൗബയുണ്ടോ ഇബ്നു അബ്ബാസ് തങ്ങളെ, എനിക്ക് മാപ്പുണ്ടോ ഇബ്നു അബ്ബാസ് തങ്ങളെ, ഞാൻ ആ പെണ്ണിനെ കൊല ചെയ്തവനാ, എനിക്ക് മാപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങള് തൗബയുണ്ടെന്ന് പറഞ്ഞില്ല. നേരെ മറിച്ച് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഉമ്മക്ക ഹയ്യാ, നിന്റെ ഉമ്മ ഹയാത്തുള്ളവളാണോ, നിന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നവളാണോ, നിന്റെ ഉമ്മ ആരോഗ്യത്തോടുകൂടെ വീട്ടിലിരിക്കുന്നവരാണോ? ആ സമയത്ത് ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല ഇബ്നു അബ്ബാസേ, എന്റെ ഉമ്മ മരിച്ച് മണ്ണോട് ചേർന്ന് കിടക്കുകയോ. ഇബ്നു അബ്ബാസ് തങ്ങളോട് ഈ ചെറുപ്പക്കാരന്റെ മറുപടി പറഞ്ഞപ്പോ ഉടനെ തന്നെ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, എന്നാ നിവൃത്തിയില്ല, ഫതുബ് ഇലല്ലാഹ്, നീ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കോ മോനെ, വതഖറബ് ഇലൈഹി മസ്തതഅത, കഴിയുന്ന പരമാവധി റബ്ബിലേക്ക് നീ ഖേദിച്ചു മടങ്ങിക്കോ എന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരൻ മടക്കി വിടുമ്പോ ഇബ്നു അബ്ബാസ് തങ്ങളെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ചെറുപ്പക്കാരന് ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിച്ചു, ഓ ഇബ്നു അബ്ബാസേ, ലിമ സഅൽതഹു മിൻ ഹയാതി ഉമ്മിഹി, എന്തുകൊണ്ടാ അയാളെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചത്, എന്തുകൊണ്ടാ ഉമ്മ ഹയാത്തുണ്ടോ എന്ന് ചോദിച്ചത്? അയാൾ ഉമ്മായുടെ വിഷയമല്ലല്ലോ പറഞ്ഞത്, അയാൾ ഏതോ ഒരു പെൺകുട്ടിയെ കൊല ചെയ്ത വർത്തമാനമല്ലേ പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾ എന്തിനാ ഉമ്മ ഹയാത്തുണ്ടോ എന്ന ചോദ്യ ശരണങ്ങള് അയാൾക്ക് നേരെ തൊടുത്തു വിട്ടതെന്ന് ചോദിക്കുമ്പോ ഇബ്നു അബ്ബാസ് തങ്ങള് മറുപടി പറയുള്ളൂ, ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹ് മിൻ ബിർരിൽ വാലിദാ, അല്ലാഹു തആലക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അമലായിട്ട് ഞാൻ കാണുന്നത് ഉമ്മാക്ക് ഗുണം ചെയ്യല് തന്നെ, ഉമ്മയെ സ്നേഹിക്കല് തന്നെ, ഉമ്മയെ ആദരിക്കല് തന്നെ, ഉമ്മാക്ക് ചുംബനം കൊടുക്കല് തന്നെ. അതിനേക്കാ വലിയൊരു അമലും എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് മഹാനായ ഇബ്നു അബ്ബാസ്. ഓ എന്റെ പെങ്ങളെ, നിന്നോട് എനിക്ക് ചിലത് പറയാനുണ്ട്. നിന്റെ ഉമ്മ ഹയാത്തുണ്ടാകുമ്പോ നിനക്ക് വേദനയുണ്ടാവണമെന്നില്ല, നിന്റെ ഉമ്മ പറയുമ്പോ നീ കേൾക്കണമെന്നില്ല. ഉമ്മ മുറ്റടിച്ച് വരുമ്പോ, മോളെ ഇതൊന്ന് സഹായിക്കുമോ, നടുവേദന എടുക്കുന്ന നിന്റെ ഉമ്മ പറഞ്ഞപ്പോ നീ അതിന് ചെവി കൊടുത്തില്ല അല്ലേ? രാവിലെ സുബഹിന്റെ സമയത്ത് എണീറ്റ മാതാവ് ആ വീട്ടിലുള്ളവർക്കെല്ലാം ഭക്ഷണമുണ്ടാക്കുമ്പോ 8 മണി വരെ കിടന്നു പോകുന്ന ചെറുപ്പക്കാരിയായ പൊന്നുമോളെ, ഒന്ന് എണീറ്റൂടെ ഉമ്മാക്ക് വേണ്ടിയിട്ട്, എന്നിട്ടാ ഉമ്മാക്കെ ഒന്ന് സഹായിച്ചൂടെ? ഉമ്മയുണ്ടാക്കുന്ന ഭക്ഷണത്തിന്, ഉമ്മയുണ്ടാക്കുന്ന ഓരോരോ വസ്തുക്കൾക്കോ നിന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തൂടെ? എന്നാൽ ആ ഉമ്മയുടെ പൊരുത്തം നിനക്കുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നീ ഉമ്മയാവേണ്ടവളാ, ഇന്നല്ലെങ്കിൽ നാളെ നീ മറ്റൊരു കുട്ടിയുടെ ഉമ്മയാവേണ്ടവളാ. ആ ഉമ്മ, ഈ ഉമ്മയെ നീ സ്നേഹിച്ചപ്പോ, ഈ ഉമ്മയെ നീ ആദരിക്കുമ്പോ, ഈ ഉമ്മയെ നീ സ്നേഹിക്കുമ്പോ, സഹായിക്കുമ്പോ, നിന്റെ പൊന്നുമോള് നിന്നെ സഹായിക്കാൻ ഉതകുന്ന സ്വഭാവക്കാരിയായി തീരും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദോഷം പൊറുക്കാൻ കാരണമായ ഒരേ ഒരു അമല മാതാവിനോടുള്ള സ്നേഹം, മാതാവിനുള്ള സേവനം. എത്ര തിരക്ക് പിടിച്ച ജീവിതമായാലും ഉമ്മാക്ക് രോഗം വന്നാ ചികിത്സിക്കാന് പൊന്നുമോനെ നീ കൂടെയുള്ളതുപോലെ വേറെ ആരും കൂടെയുണ്ടായിട്ട് കാര്യമില്ല. നീ വലിയ ബിസിനസ്മാനായിരിക്കാം, നീ കേരളത്തിന്റെ അങ്ങേത്തല മുതൽ ഇങ്ങേത്തല വരെ പ്രഭാഷണം നടത്തുന്നവരായിരിക്കാം, നീ വലിയ സംഘടനാ പ്രവർത്തകനായിരിക്കാം, നീ വരളെ കേരളത്തിന്റെ സംസ്ഥാന നേതാവായിരിക്കാം. നീ ആരായാലും നിന്റെ ഉമ്മാക്ക് അസുഖം വരുമ്പോ
അവിടെ നീ അയൽവാസികളെ ഏൽപ്പിക്കുന്നതിന് പകരം നിന്റെ ഉമ്മാനെ നീ തന്നെ എത്തിക്കണേ ആശുപത്രിയിലേക്ക്. സ്നേഹത്തോടുകൂടെ ഉമ്മയുടെ തലയിൽ കൈവച്ചുകൊണ്ട്, ഉമ്മ നിങ്ങൾക്ക് ഞാനുണ്ട്, നിന്നെ കൊണ്ടൊന്നും കഴിഞ്ഞില്ലെങ്കിലോ, ആ വാക്ക് നിന്റെ ചുണ്ടിൽ നിന്ന് പുറത്തു വരുമ്പോ ആ ഉമ്മയുടെ മനസ്സ് പിടച്ചുകൊണ്ട് നിനക്ക് ദുആ ഇറക്കുന്നുണ്ട് മോനെ. ഉമ്മയുടെ ദുആ കൊണ്ടല്ലേ ഔലിയാക്കളായത്. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ ഔലിയാക്കളെ മർത്തബയിലേക്ക് കയറി വന്നടാ. മഹാനായ ഇമാം ഷാഫി തങ്ങൾ ഇമാമായതാ. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുക്ക് അല്ലാഹു തആല ഉന്നതമായ സ്ഥാനം കൊടുത്തത് മാതാവിന്റെ പൊരുത്തം കൊണ്ടാണ്. മാതാവാണ് അവരെ വളർത്തിയത്. മാതാവിന്റെ പൊരുത്തമാണ് നമ്മുടെ കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷകന്മാര്, അറിയപ്പെട്ട ആലിമീങ്ങള്, സൂഫിയാക്കളായ പല ആളുകളുടെയും വളർച്ചയ്ക്ക് പിന്നിൽ മാതാവിന്റെ പൊരുത്തമാണ്. മാതാവിന്റെ പൊരുത്തമില്ലേ തകർന്നു വീഴും നിന്റെ ജീവിതമാസകളോ, തകർന്നു വീഴും നിന്റെ കുടുംബോ, തകർന്നു വീഴും നിന്റെ ബിസിനസ്. വേണ്ട വേണ്ട, മാതാവിനെ വെറുപ്പിക്കണ്ട. അതോടൊപ്പം പിതാവിനെയും നീ വെറുപ്പിക്കാൻ സമയം കാണണ്ടോ.